ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ്. ദി കൺസ്യൂമർ ഹാസ് ടു ഡിസൈഡ് ഹൗ ടു സ്പെൻഡ് ഹെർ ഇൻകം ഓൺ ഡിഫറെൻറ്റ് ഗുഡ്സ്. എക്കണോമിസ്റ്റ് കോൾ ദിസ് ഈസ് ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. മോസ്റ്റ് നാച്ചുറലി എനി കൺസ്യൂമർ വിൽ വാണ്ട് ടു ഗെറ്റ് എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ദാറ്റ് ഗിവ്സ് ഹെർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഒരു കൺസ്യൂമറാണ് തീരുമാനിക്കുന്നത് അവരുടെ ഇൻകം എങ്ങനെ സ്പെൻഡ് ചെയ്യണം, ഏത് ഗുഡിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഒരു കൺസ്യൂമറാണ്. അതേപോലെ തന്നെ ഒരു കൺസ്യൂമർ ഒരു ഗുഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അക്വയർ ചെയ്യണം എന്നതാണ്. ഏത് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ മനസ്സിലുണ്ടാവും. അപ്പം വാട്ട് വിൽ ബി ദി ബെസ്റ്റ് കോമ്പിനേഷൻ, ഏതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് കണ്ടുപിടിക്കുന്നത് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലൈക്സ് ഓഫ് ദി കൺസ്യൂമർ ആൻഡ് വാട്ട് ദ കൺസ്യൂമർ ക്യാൻ അഫോർഡ് ടു ബൈ. നമ്മളൊരു ഗുഡ് പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കൺസ്യൂമേഴ്സിൻ്റെ ഇഷ്ടം, കൺസ്യൂമറിന് ഏത് ഗുഡ് പർച്ചേസ് ചെയ്യാനാണ് താല്പര്യം. രണ്ടാമത്തത് എത്ര അഫോർഡ് ചെയ്യും, ആ ഗുഡ് പർച്ചേസ് ചെയ്യാൻ എത്ര എമൗണ്ട് അഫോർഡ് ചെയ്യും. ദ ലൈക്സ് ഓഫ് ദി കൺസ്യൂമർ ആർ ഓൾസോ കോൾഡ് പ്രിഫറൻസസ്. ഈ കൺസ്യൂമറിൻ്റെ താല്പര്യത്തെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇഷ്ടത്തെയാണ് പ്രിഫറൻസസ് എന്ന ടേം കൊണ്ട് പറയുന്നത്. And what the consumer can afford to buy depends on the prices of the goods and the income of the consumer. ഇനി എത്ര അഫോർഡ് ചെയ്യും ഒരു കൺസ്യൂമർ ഒരു ഗുഡ് പർച്ചേസ് ചെയ്യാൻ എത്ര അഫോർഡ് ചെയ്യും എന്നത് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് ആ ഗുഡിൻ്റെ പ്രൈസിനെയും രണ്ടാമത്തത് ആ കൺസ്യൂമറിൻ്റെ ഇൻകത്തെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. There are two different approaches that explain consumer behavior. കൺസ്യൂമർ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ രണ്ട് അപ്രോച്ചസ് ആണുള്ളത്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, സെക്കൻഡ് വൺ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് എന്താണ് യൂട്ടിലിറ്റി എന്നത് മനസ്സിലാക്കണം. എ കൺസ്യൂമർ യൂഷ്വലി ഡിസൈഡ്സ് ഹിസ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഓൺ ദി ബേസിസ് ഓഫ് യൂട്ടിലിറ്റി ദാറ്റ് ഹി ഡിറൈവ്സ് ഫ്രം ഇറ്റ്. സിംപ്ലി യൂട്ടിലിറ്റി മീൻസ് സാറ്റിസ്ഫാക്ഷൻ. ഒരു ഗുഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് യൂട്ടിലിറ്റി എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഇറ്റ്സ് വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവറിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദ മോർ ദ നീഡ് ഓഫ് എ കമ്മോഡിറ്റി ഓർ ദ സ്ട്രോങ്ങർ ദി ഡിസയർ ടു ഹാവ് ഇറ്റ്, ദ ഗ്രേറ്റർ ഈസ് ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദി കമ്മോഡിറ്റി. Utility is subjective. Different individuals can get different levels of utility from the same commodity. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല, അത് ഓരോരുത്തരുടെയും പ്രിഫറൻസിനനുസരിച്ചിരിക്കും. കൂടുതലായിട്ടൊരു ഗുഡ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടും. അതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. For example, someone who likes chocolates will get much higher utility from a chocolate than someone who is not so fond in chocolates. Also, utility that one individual gets from the commodity can change with a change in place and time. അതായത് രണ്ട് കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ കൺസ്യൂമർ വണ്ണിന് ചോക്ലേറ്റ് കൂടുതൽ ഇഷ്ടമുള്ളൊരു ഗുഡും കൺസ്യൂമർ ടൂവിന് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു ഗുഡുമാണ് ചോക്ലേറ്റ്. അപ്പോൾ ഇഷ്ടമുള്ള കൺസ്യൂമർ വണ്ണിന് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. എന്നാൽ കൺസ്യൂമർ ടൂവിന് ഹൈ ആയിരിക്കില്ല, കാരണം അത്രയും താല്പര്യമില്ല ചോക്ലേറ്റ് പർച്ചേസ് ചെയ്യുന്നതിൽ. അതേപോലെ തന്നെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പ്ലേസിനെയും ടൈമിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. For example, utility from the use of a room heater will depend upon the whether the individual is in Ladakh or Chennai or whether it is summer or winter. അതായത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ റൂം ഹീറ്റർ, അത് രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൽ നിന്നുള്ള യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യുന്നത്. ഒന്ന് ഏതാണ് പ്ലേസ്, രണ്ടാമത്തത്
കാലാവസ്ഥയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ തണുപ്പുള്ളൊരു സമയമാണെങ്കിൽ റൂം ഹീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും പ്ലേസിനും ടൈമിനും ഒക്കെ അനുസരിച്ചിട്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്രിഫറൻസിനൊക്കെ അനുസരിച്ചിട്ട് യൂട്ടിലിറ്റി ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണെന്ന് നോക്കാം. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അസ്യൂംസ് ദാറ്റ് ലെവൽ ഓഫ് യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. അതായത് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയെ നമുക്ക് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ മെഷർ ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം എ ഷർട്ട് ആൻഡ് സേ ദിസ് ഷർട്ട് ഗിവ്സ് മീ എ 50 യൂണിറ്റ്സ് ഓഫ് യൂട്ടിലിറ്റി. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഷർട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഷർട്ടിൽ നിന്ന് നമുക്ക് 50 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടുന്നു എന്നത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയും. മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റി: ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ഇങ്ങനെ 2 ടേംസ് ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത് നോക്കാം. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് ദി ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം കൺസ്യൂമിങ് ദി ഗിവൺ എമൗണ്ട് ഓഫ് സം കമ്മോഡിറ്റി എക്സ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മോർ ഓഫ് കമ്മോഡിറ്റി എക്സ് പ്രൊവൈഡ്സ് മോർ സാറ്റിസ്ഫാക്ഷൻ ടു ദി കൺസ്യൂമർ. നമുക്ക് ഇപ്പോൾ കമ്മോഡിറ്റി എക്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മോർ കമ്മോഡിറ്റി എക്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മോർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. Total utility depends on the quantity of the commodity consumed. Therefore, TUN refers to the total utility derived from consuming n units of a commodity X. അതുകൊണ്ട് തന്നെ ടോട്ടൽ യൂട്ടിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. Therefore, TUN refers to the total utility derived from a consuming n units of commodity X. Next, marginal utility. Marginal utility is the change in total utility due to a consumption of one additional unit of a commodity. മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു അഡീഷണൽ യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ ഒരു യൂട്ടിലിറ്റി ഉണ്ടാവില്ലേ, അതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് 4 bananas give us 28 units of total utility and 5 bananas give us 30 units of total utility. Clearly, consumption of the 5th banana has caused total utility to increase by 2 units. Therefore, the marginal utility of the 5th banana is 2 units. അതായത് ഇപ്പോൾ നമ്മൾ 4 ബനാന പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് 28 യൂണിറ്റ്സ് ഓഫ് യൂട്ടിലിറ്റി ആണ്. ഇനി നമ്മൾ അതിൻ്റെ കൂടെ ഒരു ബനാന കൂടി പർച്ചേസ് ചെയ്യുന്നു, അതായത് ടോട്ടൽ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് 4 bananas give us 28 units of total utility and 5 bananas give us 30 units of total utility. ഇപ്പോൾ നമ്മൾ 4 ബനാന പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 28 യൂണിറ്റാണ് നമുക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റി. ഇനി നമ്മൾ അതിൻ്റെ കൂടെ ഒരു ബനാന കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 30 യൂണിറ്റ്സ് ആണ്. Clearly, consumption of the 5th banana has caused the total utility to increase by 2 units. Therefore, marginal utility of the 5th banana is 2 units. അതായത് 5ാമത്തെ ബനാന പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തു, 2 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദി 5th ബനാന എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ആണ്. ഇനി ഇത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ MU5 ഈക്വൽ ടു TU5 മൈനസ് TU4. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് 5th യൂണിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് 5 ബനാനാസ് മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് 4 ബനാന. ദാറ്റ് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് 5 ബനാന എന്ന് പറയുന്നത് 30 യൂണിറ്റ്സ് ആണ്. 30 യൂണിറ്റ്സ് മൈനസ് 28 യൂണിറ്റ്സ്
ഈക്വൽ ടു 2 യൂണിറ്റ്സ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദി ഫിഫ്ത്ത് ബനാന ഈസ് 2 യൂണിറ്റ്സ്.